എന്താ വെച്ചത് മത്തി വാവ് കുട്ടി മത്തി നോക്കൂ കുറച്ച് മത്തി കിട്ടിയിട്ടാണ് ഏട്ടൻ മത്തി വാങ്ങി തന്നെ നിങ്ങൾ ഡോക്ടറിൻ്റെ അടുത്ത് പോയി ഏട്ടൻ തല വിട്ടിട്ട് ഞാനും പോണതാണ് പോയില്ല. അപ്പം മത്തി നമുക്ക് വറ്റിച്ചെടുക്കാം പെട്ടെന്ന്. ചെടി വെടി മത്തി ഏട്ടൻ വരുമ്പോഴേക്കും മത്തി വറ്റിച്ചെടുക്കട്ടെ. അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണണേ, നമ്മളെ സപ്പോർട്ട് ചെയ്യണേ. ഇഷ്ടപ്പെട്ട എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം. അതെ, അപ്പം നേരാക്കി എടുക്കട്ടെ. നേരാക്കി കിട്ടി. കുറച്ച് വാങ്ങിയിട്ടുള്ളൂ, അരക്കില്ലേ. മത്തി വറ്റിക്കാനുള്ള സാധനങ്ങളാണ് കേട്ടോ. ഒരു 8 ചെറിയുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, ഒരു വലിയ തക്കാളിൻ്റെ 1 മൂട് മതി കേട്ടോ. ഒന്ന് ചതച്ചെടുക്കട്ടെ. തക്കാളി ചതക്കണ്ട. കിട്ടണമില്ലേ? ചെറിയുള്ളി ചതക്കണ. ചെറിയുള്ളി ചതക്കണം. ഹെൽപ്പ് ചെയ്യൂ. എൻ്റെ ഹെൽപ്പ് വേണോ? നിൻ്റെ ഹെൽപ്പൊന്നും വേണ്ട. എന്തുകൊണ്ട്? ചതക്കാൻ നല്ല രസമല്ലേ? ചത ചതച്ചില്ല, ഉള്ളി ചതച്ചു. കാലിലിട്ട് ചതയ്ക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. പച്ചമുളകും 1 തണ്ട് കറിവേപ്പിലയും കൂടി ചതക്കട്ടെ. അത് വേറെ വെക്കും. തണ്ട് കളഞ്ഞിട്ട് വേണം. നമുക്ക് മത്തി പറ്റിക്കാം. ചെറിയുള്ളി ചതച്ചത്, 2 മൺചട്ടി, 1 കഷ്ണം ഇഞ്ചി, 1 തക്കാളിൻ്റെ പകുതി ഇട്ടാ, തണ്ട് കറിവേപ്പില, 1 2 3 ടീസ്പൂൺ മുളക് പൊടി, പാത്രം മാറ്റിയാ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി ഇട്ടാ, കുറച്ചെണ്ണ, കുറച്ച് പുളിവെള്ളം. ഇത് നന്നായി ആക്കും. ഇത് ബാക്കി പുളിവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കട്ടെ. ഒരു ചെറിയ നാരങ്ങ വലുപ്പത്തിൽ. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കും. കയ്യായിട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കട്ടെ. മത്തി വരഞ്ഞതാണ് കേട്ടോ. വരഞ്ഞു കൊടുക്കും. തല പോയപ്പോഴാണ് മത്തിനെ കാണാൻ ചന്ത. കണ്ണാടി പോലെ ഇരിക്കണു. പോളിഷ് ചെയ്ത പോലെ. വെള്ളം മതി, വറ്റിക്കല്ലേ.
മത്തി പോളിഷ് ചെയ്ത പോലെ ഉണ്ടല്ലോ. ഇത്ര വറക്കാം. ഞാൻ അടുപ്പിൽ വയ്ക്കാം. എന്താ ചെയ്യുന്നത്? അടുപ്പ് ഊതുക. ഓടക്കോയിൽ വേണം, ഓടക്കോയിലില്ല. അങ്ങോട്ട് വെക്കണ്ട. മീൻ നേരെ കഴിയുമ്പോഴേക്കും അടുപ്പ് കെട്ടും. കത്തിച്ചു മീൻ വെക്കാട്ടാ. പഴക്കി പോകഞ്ഞു. മത്തി നന്നായി വറ്റിയിട്ടാ. സൂപ്പറായില്ലേ? സൂപ്പറായി. ഇനി നേരത്തെ ഞാൻ കറിവേപ്പിലയും പച്ചമുളകും കൂടി ചതച്ചില്ലേ, അത് ഇട്ട് കൊടുക്കട്ടോ. സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ്. കുറച്ചും കൂടി എണ്ണ ഒഴിച്ചു കൊടുക്കുക. താളിക്കില്ല, കൊതിപ്പിക്കുക. ഇത്ര മതിട്ടാ. നല്ല മത്തി വറ്റിച്ചത് കുറുകിയ ചാറ് സൂപ്പർ. തിളക്കിന് ചട്ടി ഇറക്കിയിട്ട് ഡോക്ടറിൻ്റെ അടുത്തൊക്കെ പോയിട്ട് വന്നു കേട്ടോ. വരുമ്പോൾ കുറച്ച് കൊള്ളിയും കൊണ്ട് വന്നതാണ്. അപ്പോൾ മത്തിയും കൊള്ളിയും. ചെറിയൊരു തലകറക്കം എപ്പോഴും ഇല്ല, ഇടയ്ക്ക് മാത്രം. കറുപ്പാ ഒരെണ്ണം കേടായി കേട്ടോ. കിഴങ്ങ് ഇവിടെ കൊണ്ടുവന്ന കേട്. കളറോടെ ഇരിക്കുന്നത് നീല കളറ്. ഇത് കുഴപ്പമില്ല. 2 എണ്ണം കൊണ്ടുവന്ന് 1 കേടായി. ഇത് കുഴപ്പമില്ല. അതും കേടാണ്. അതെന്താണ് കേടുണ്ട് കേട്ടാ. അവിടെ മാത്രമല്ല, ശ്രദ്ധിക്കണം. ഇവിടെ കുഴപ്പം. കിഴങ്ങ് കഴിക്കട്ടെ. 2 വലിയ കിഴങ്ങ് കൊണ്ടുവന്ന് 1 കിഴങ്ങ് പോയി. മൊത്തം പോയാ? നീല കളറായി. ഉപ്പെടുത്തിട്ട് വെട്ടേട്ടാ. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. കല്ലുപ്പ പൊടിയപ്പൻ വേഗട്ടെ. കൊള്ളി വന്നില്ലേ? കൊള്ളി വന്നു കേട്ടോ. കിഴങ്ങ് കൊള്ളിക്കിഴങ്ങ് പറയും, പൂളക്കിഴങ്ങ് പറയും, പിന്നെ മരച്ചീനി. നാട്ടിലാണ് പൂളാന്ന് പറയുക. ഇവിടെ കപ്പ. മടിയാ? കപ്പയും കപ്പയും പോ. കൊള്ളി മീൻകറി ചാറ് കേട്ടാ. നല്ല ടേസ്റ്റാണ്. ഇവിടെ തന്നെ വെച്ച് കഴിക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഈ മത്തി വെച്ചിട്ടൊരു സൂപ്പർ ടേസ്റ്റ്, പറയാൻ വാക്കില്ല. ചാറൊന്നുമില്ല, നല്ല വറ്റിച്ചെടുത്താണ്. ഞങ്ങളത് കഴിച്ചു തീർക്കട്ടെ. അപ്പം ഇങ്ങനെ മത്തി വയ്ക്കാത്തവർ വെച്ച് നോക്കുക. ഇത്രയുള്ള പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവർക്ക് എല്ലാവർക്കും ടാറ്റ.